തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയിൽ ആർക്കുമില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ഇതിൽ ശ്രദ്ധേയമായ ഒരു പ്രകടനം കാഴ്ചവെച്ചത് 48-ാം വാർഡിലെ പള്ളിപ്പുറം വാർഡിലെ റഷീദാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ കേവല ഭൂരിപക്ഷം ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒരു മതേതര ജനാധിപത്യ മുന്നണി ഇവിടെ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വരണമെങ്കിൽ UDF-ഉം LDF-ഉം നിങ്ങളും കൂടിയും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനോടുള്ള നിലപാടെന്താ? ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മതേതര മുന്നണി ഉണ്ടെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യും. ഏതെങ്കിലും നേതാക്കൾ വിളിച്ചിരുന്നോ? ഇതുവരെ ആരും തന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഭാവി അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ സഹപ്രവർത്തകർ കൂടി ആലോചിച്ച് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുള്ളൂ. നിങ്ങളൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നീട് സ്ഥാനാർത്ഥിയായപ്പോൾ കോൺഗ്രസ് പുറത്താക്കി. പക്ഷേ അവർ നിങ്ങളെ ഇങ്ങനെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അതിന് തടസ്സമൊന്നുമില്ല. ഇല്ല, അത് ഞാൻ ഇതുവരെ എന്നെ സ്വതന്ത്രനായിട്ടാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ്സുകാരനായിട്ടല്ല എന്നെ ഇവിടെ ജനം കണ്ടിട്ടുള്ളത്. സാധാരണക്കാരനായി എന്നെ ജനം എടുത്ത് സ്വതന്ത്രമായ മനസ്സും കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഞാൻ സ്വതന്ത്ര നിലപാടായിട്ടാണ് ഇപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മതേതര മുന്നണി വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഭാവി കൂടെയുള്ള എൻ്റെ പ്രവർത്തകരെ കൂടി ആലോചിച്ച് അങ്ങനെ ഞാൻ അതിന് സപ്പോർട്ട് വേണമോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഉപാധി വെക്കുമോ? ഇപ്പോൾ പല സ്ഥലത്തും ഈ സ്വതന്ത്രരെ ഈ ചെയർമാൻ ആക്കണം, ഇവിടെ ജനറലാണ് ചെയർമാൻ ആക്കണം എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉപാധി വെക്കുമോ? ഉപാധികൾ ഭാവി നേതാക്കന്മാർ കൂടി എന്നെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ പറയും ഉപാധികൾ വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ സംസാരിക്കും. ഈ BJP-യുടെ ജില്ലാ നേതാക്കൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് റഷീദ് ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ BJP നിങ്ങളെ ചെയർമാൻ ആക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുമോ? ഞാൻ BJP-യുടെയോ അല്ല, ഇവിടുത്തെ ജനങ്ങൾ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു വാർഡ് കൗൺസിലർ മാത്രം. ആ വാർഡ് കൗൺസിലർ ആകാനും കൂടെ ഈ ജനങ്ങളോട് എന്നും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ മാത്രം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ചെയർമാൻ ആഗ്രഹിച്ചു പോലും ഇല്ലാത്ത ആളാണ്. ചിലപ്പോൾ ദൈവം കനിഞ്ഞൊരു അവസരമാണെങ്കിൽ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിന് ഞാൻ എന്നെ കൂടെ നിന്ന് എൻ്റെ സഹപ്രവർത്തകരെ മതേതര മുന്നോട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. BJP-ക്കൊപ്പം എന്തായാലും നിൽക്കില്ല. BJP-യോട് ഒരിക്കലും നിൽക്കില്ല. എൻ്റെ ആശ്രയം അങ്ങനെയല്ല. ഞാൻ BJP-കാരനുമല്ല. അതുകൊണ്ട് BJP-യുടെ കൂടെ ഒരിക്കലും തന്നെ നിൽക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ വാർഡിൽ 2ാം സ്ഥാനത്ത് BJP-യും UDF-ൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തും പോയല്ലേ? തീർച്ചയായിട്ടും. ഇതിന് മുന്നും ഞങ്ങൾ ഡയറക്റ്റായിട്ട് BJP ആയിട്ട് തന്നെ ഈ മുൻ കാലഘട്ടങ്ങളും ഞങ്ങൾ ഈ വാർഡിൽ 48-ാം വാർഡിൽ BJP-യും ഞങ്ങൾ അതിന് തന്നെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ BJP-യും ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായി എൻ്റെ ജനം കണ്ടതെങ്കിലും ഞാൻ സ്വതന്ത്രനായോട് ഇവിടുത്തെ ജനം എന്നെ പിന്തുണയ്ക്കുകയും ഞാൻ സാധാരണക്കാരെ ജനത്തിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൂർണ്ണമായി എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ഞാൻ സാധാരണക്കാരനെ എന്നും ജനത്തിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം ജനത്തിനുണ്ടായി. ആ വിശ്വാസം തിരിച്ചും ഞാൻ ജനത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നതിനെ എന്ന് വാക്ക് കൊടുക്കുന്നു. ഒരുപക്ഷെ ഈ പാലക്കാട് നഗരസഭയുടെ നഗരപിതാവ് ആയി മാറാനുള്ള സാധ്യത അപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റൂല. ഒരിക്കലും അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ കൂടി ആലോചിച്ച് ഭാവി കാര്യങ്ങൾ ഞാൻ അപ്പോൾ തീരുമാനിക്കും. എന്തായാലും ഒരുപക്ഷെ പാലക്കാട് നഗരം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച റഷീദായിരിക്കാം. കാരണം ഇടതുപക്ഷത്തിന് ഈ കൈപ്പത്തിയിൽ വിജയിച്ച ആരെങ്കിലും ചെയർമാനായി പിന്തുണയ്ക്കുന്നതിനേക്കാൾ എളുപ്പം റഷീദിനെ പിന്തുണയ്ക്കുന്നതായിരിക്കും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.